2025 മലയാളത്തിന് ഒരുപാട് ഗംഭീര ചിത്രങ്ങൾ ലഭിച്ചു. വളരെ മോശമായ ചിത്രങ്ങൾ ഇറങ്ങിപ്പോയതുപോലെ ചിലപ്പം പേര് പോലും നമ്മൾ ഓർക്കുന്നില്ലായിരിക്കും. എന്തായാലും ടോപ്പ് 10 മൂവീസ്, ഇത് ഞാനൊരു ഓർഡറല്ല, നിങ്ങൾക്ക് ഓർഡറാക്കി ഇടാം. അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു 10 ചിത്രങ്ങൾ, നിങ്ങൾക്ക് ഇതിനകത്ത് ലിസ്റ്റില്ലാത്ത ഒരുപാട് ചിത്രങ്ങൾ ഇഷ്ടപ്പെട്ട ഒരുപാട് പേര് കാണും. ആദ്യം തുടക്കം നമുക്ക് പറയാൻ പറ്റുന്നത് ലോകയാണ്. 30 കോടിയിൽ നിന്ന് 300 കോടിയിലേക്ക് എത്തിയ സിനിമ. കാരണം ഒരു ഹോളിവുഡ് സിനിമ രീതിയിൽ മേക്ക് ചെയ്ത സിനിമ, എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആയിട്ട് ടെക്നിക്കൽ, പ്രത്യേകിച്ചും കല്യാണി പ്രിയദർശൻ നായിക സിനിമ, ഒരു നായിക സിനിമ ആയത് 300 കോടിയായ സിനിമ. പിന്നെ 2 തുടരും, മോഹൻലാലിന്റെ പഴയകാല പ്രതാപം വീണ്ടെടുത്ത ഗംഭീര സിനിമ. മോഹൻലാലും പ്രകാശ് വർമ്മയും മത്സരിച്ച് അഭിനയിച്ച സിനിമ ഗംഭീരമായിട്ടുണ്ട്. സർവമായ നിവിൻ പോളിയുടെ ആ പഴയ ചാം തിരിച്ചു കിട്ടിയ സിനിമ. നിവിൻ പോളിയും അജു വർഗീസും ജനാർദ്ദനും ഒക്കെ അതിനകത്ത് റിയ എന്ന് പറയുന്ന ക്യാരക്ടറൊക്കെ ഉൾപ്പെടെ തകർത്ത് അഭിനയിച്ച സിനിമ നല്ല പോലെ തിയേറ്ററിൽ ഓളം ഉണ്ടാക്കിക്കൊണ്ട് ഇപ്പം ക്രിസ്മസിന് മുന്നേറുന്ന സിനിമ. 4 എക്കോ, ഒരു രക്ഷയില്ലാത്ത ടെക്നിക്കൽ സിനിമ. എനിക്ക് ഭയങ്കരമായിട്ട് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്ത സിനിമയാണ്. അടിപൊളി സിനിമയാണ്, സന്ദീപ് നായകനായ സിനിമ. 5 കളങ്കാവൽ, മമ്മൂട്ടി എന്ന ഹീറോ വില്ലനായിട്ട് തകർത്ത് അഴിഞ്ഞാടിയ കഥാപാത്രം, സൈക്കോ കില്ലറായിട്ട് മമ്മൂട്ടി തകർത്തപ്പം വിനായകൻ നായകനായി ഗംഭീരമായിരുന്ന സിനിമ. നമുക്ക് ഒരു പ്രത്യേക വൈബിൽ കാണാൻ പറ്റുന്ന സിനിമയാണ്. പ്രത്യേകിച്ച് അതിനകത്ത് പാട്ടുകളും ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാം കളങ്കാവൽ. 6 പൊന്മാൻ, ഒരു രക്ഷയില്ലാത്ത ബേസിലിന്റെ അഭിനയം. ഇത് തിയേറ്ററിൽ അത്രയും ശ്രദ്ധേയമായില്ലെങ്കിലും പിന്നീട് വലിയ ചർച്ച ചെയ്യപ്പെട്ട പടമാണ് പൊന്മാൻ. ഗംഭീര സിനിമയാണ്. പൊന്മാനെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും അജീഷിന്റെ കഥാപാത്രം മാത്രമാണ് പറയുന്നത്. പക്ഷേ ഇപ്പുറത്ത് സജീവ് ഗോപി ഏതൊക്കെ ക്യാരക്ടറും ഗംഭീര ക്യാരക്ടറാണ്. സിനിമ മൊത്തത്തിൽ അടിപൊളിയാണ്. റോന്ത് ദിലീഷ് പോത്തൻ ഗംഭീര പെർഫോമൻസ് നടത്തി. അതോടൊപ്പം തന്നെ റോഷനും അടിപൊളിയായിട്ടുണ്ട്. റോന്ത് ഗംഭീര സിനിമ. രേഖാചിത്രം, പഴയതും പുതുമയുടെ ജോഫിനെ അവതരിപ്പിച്ചപ്പം ഗംഭീര ഒരു ആസിഫ് അലി ചിത്രം നല്ല പുതുമയായിട്ട് നമുക്ക് കാണാൻ പറ്റി. അടിപൊളിയായിട്ടുണ്ട്. പ്രത്യേകിച്ചും കൈയ്യടി നേടേണ്ട സിനിമയാണ്. ഓഫീസർ ഓൺ ഡ്യൂട്ടി, നമ്മുടെ കുഞ്ചാക്കോ ബോബന്റെ അടിപൊളി ഒരു ചിത്രം. നല്ല രീതിയിൽ അത് കാസ്റ്റിങ്ങും എല്ലാം അടിപൊളിയായിട്ടുള്ള സിനിമ. കുഞ്ചാക്കോന്റെ ഒരു ബെസ്റ്റ് പടം പറയാം നമുക്ക് 2025 ഓഫീസർ ഓൺ ഡ്യൂട്ടി. 10 DS ഇറേ, ബ്രഹ്മയുദ്ധത്തിന് ശേഷം പ്രണവ് മോഹൻലാലിന്റെ ബെസ്റ്റ് ക്യാരക്ടർ എന്ന് പറയാം. അതിനകത്ത് ക്യാരക്ടേഴ്സ് എല്ലാം സൂപ്പറാണ്, കുറച്ച് ഉള്ളെങ്കിലും ഗംഭീരമായിട്ടുണ്ട്. എനിക്ക് ഈ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരുപാട് സിനിമകൾ ഉണ്ടായിരിക്കാം. എന്തായാലും ഈ ടോപ്പ് 10 നിങ്ങൾക്ക് ഇനി എടുത്തു വെക്കേണ്ട ഏതൊക്കെയാണെന്നുള്ളതും നിങ്ങൾ ആ ഓർഡറും റെഡിയാക്കി ഇടുക. നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. എന്തായാലും നിങ്ങളുടെ കമന്റ് ബോക്സ് എന്തായാലും കൃത്യമായിട്ട് രേഖപ്പെടുത്തുക.